RRB JEE എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിഗ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓൾറെഡി ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂലൈയിലാണ് അതിന്റെ കലണ്ടർ വരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ 2026 4098 വേക്കൻസീസ് ആണ് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ആദ്യം വേക്കൻസി അപ്രൂവ്ഡ് ആവാറുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാറുണ്ട്, ഒരു ഡ്രാഫ്റ്റ് അതായത് അല്ലെങ്കിൽ ഒരു ന്യൂസ് കട്ടിങ് പോലെ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഒരു നോട്ടീസ് ഔട്ട് ചെയ്യാറുണ്ട്. അതിനുശേഷമാണ് നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അപ്പോൾ അധികം വൈകില്ല, ജൂലൈയിൽ തന്നെ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അഥവാ എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിലും ഓഗസ്റ്റോട് കൂടി തന്നെ നോട്ടിഫിക്കേഷൻ കൺഫേം ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെൻട്രൽ ഗവൺമെന്റിൽ ഒരു പേ ലെവൽ 6 വരുന്ന ഒരു ജോബാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000 മുകളിൽ സാലറി ലഭിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് 4098 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് വേക്കൻസി, ഈ വന്നിരിക്കുന്ന അപ്രൂവ്ഡ് വേക്കൻസി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പൊ നമ്മൾ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൽ നോക്കുകയാണെങ്കിൽ 41 ഉണ്ട്. അതേപോലെ EMU നോക്കുകയാണെങ്കിൽ 44 ഉണ്ട്. അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസിൽ 211 ഉണ്ട്. അതേപോലെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 38 ഉണ്ട്. TRD 180, TRS 163, വർക്ക്ഷോപ്പിൽ 33, ഡിസൈനിൽ 4, അതേപോലെ തന്നെ ബ്രിഡ്ജിൽ 44, ഡിസൈൻ ഡ്രോയിങ് സിവിൽ ആണെങ്കിൽ 190, PVയിൽ 845 ഒഴിവുകളുണ്ട്. അതേപോലെ തന്നെ ഡിസൈൻ ഡ്രോയിങ് എസ്റ്റിമേഷൻ 9, വർക്ക്സിൽ 7, അതേപോലെ തന്നെ ഡിസൈൻ സിവിൽ 8, അതേപോലെ റിസർച്ച് സിവിൽ 13 വന്നിട്ടുണ്ട്. അതേപോലെ ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ STAൽ 8 വേക്കൻസി, ട്രാക്ക് മെഷീനിൽ 60, വർക്ക്സിൽ 470, കാരേജ് ആൻഡ് വാഗനിൽ മെക്കാനിക്കൽ 450 ഒഴിവുകൾ അവിടെ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് 35, അതേപോലെ മെക്കാനിക്കൽ ഡിസൈനിൽ 28, അതേപോലെ ഡീസൽ ഇലക്ട്രിക്കൽ 40, അതേപോലെ ഡീസൽ മെക്കാനിക്കൽ 45, ജൂനിയർ എഞ്ചിനീയറിൽ 130, അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൽ 8, അതേപോലെ വർക്ക്ഷോപ്പ് 436, മിൽ റൈറ്റ് മെക്കാനിക്കൽ 29, ഡിസൈൻ MPയിൽ 6, അതേപോലെ ഡിസൈൻ കാരേജ് ആൻഡ് വാഗനിൽ 6, അതേപോലെ ഡിസൈൻ ഡ്രോയിങ് S&Tയിൽ 10, സിഗ്നൽ S&Tയിൽ 197, അതേപോലെ ടെലികമ്മ്യൂണിക്കേഷനിൽ 79, ഇലക്ട്രോണിക്സ് അവസരമാണല്ലേ. അതേപോലെ S&T വർക്ക്ഷോപ്പിൽ 12, ദെൻ ഡിസൈൻ S&Tയിൽ 5, ദെൻ ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാം 314. അങ്ങനെ 4098 ഒഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നിലവിൽ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയ അവസരം തന്നെയാണ്. എല്ലാ വർഷവും എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ വേക്കൻസീസ് ഒക്കെ വളരെ കുറവായിരിക്കും എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, ഇത്തവണ മികച്ച വേക്കൻസിയോട് കൂടി തന്നെയാണ് RRB JEEയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വേക്കൻസി എന്ത് ചെയ്തിട്ടില്ല, ഇത്തവണ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എക്സാമിന്റെ കോമ്പറ്റീഷൻ കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പഠിച്ചു കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോഴും ഈ എക്സാം മികച്ച രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം തന്നെയാണ് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. സോ നിങ്ങളൊരു സർക്കാർ ജോലി, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയോട് കൂടി 2026-27 നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും മികച്ച അവസരം. സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ വന്ന് ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ കൊണ്ട് നല്ലൊരു റാങ്ക് നേടി ജോലി നേടാമെന്ന് ആരും ചിന്തിക്കേണ്ട. നിങ്ങൾ ഈ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ തുടങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എല്ലാ കാര്യം കൊണ്ടും നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് വരുന്നുള്ള എല്ലാ സൂചനകളും വന്നു കഴിഞ്ഞു. വേക്കൻസി അപ്രൂവൽ അതിന്റെ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്. ഇനി ഒരു നോട്ടീസും അത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷനും ഈ ജൂലൈ ലാസ്റ്റിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ നിർബന്ധമായിട്ടും വന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. RRBയുടെ ഒഫീഷ്യൽ കലണ്ടറിൽ അവർ ജൂലൈ ആണ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ജൂലൈയിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് അതിനപ്പുറത്തേക്ക് പോയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എൻട്രിയിൽ RRB ജൂനിയർ എഞ്ചിനീയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എല്ലാ ബ്രാഞ്ചസിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ എൻട്രിയുടെ RRB ജൂനിയർ എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതിൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.